Hello everyone, welcome to Eduport. എല്ലാവർക്കും മക്കളെ Eduportന്റെ +1 Commerce and Humanities ചാനലിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ +1 ക്ലാസ് തുടങ്ങി ഒരു മാസം കഴിഞ്ഞില്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ +1 ക്ലാസ്? എങ്ങനെയുണ്ട്? ചാപ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ സ്കൂളിലൊക്കെ ചാപ്റ്റേഴ്സ് എവിടെ എത്തിയത്? അത് നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ സ്കൂളിൽ ഓരോ സബ്ജക്റ്റിലും, അതായത് കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും അതിൽ ഓരോ സബ്ജക്റ്റിലും നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ എവിടെ എത്തി, എടുക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ, എന്താ അവസ്ഥ, ആ കാര്യങ്ങളൊന്ന് ആദ്യം കമൻറ്റ് ചെയ്യുക. സോ എന്തായാലും നിങ്ങൾ കുറച്ച് ആളുകളെങ്കിലും പഠിച്ചുറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് കമൻറ്റ് ബോക്സിൽ ശ്രദ്ധിച്ചാൽ അതിൽ കണ്ട ചില കമൻറ്റുകളാണ് ഇന്ന് വീഡിയോ ചെയ്യാനുള്ളത്. ശരിക്കും ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ, അതായത് ചില കുട്ടികൾ ചോദിച്ചു അവരൊക്കെ പഠിക്കാൻ തുടങ്ങി, പക്ഷേ അവർക്കൊരു സ്റ്റഡി ടൈം ടേബിളിന് കുറവുണ്ട്. ഒരു ടൈം ടേബിൾ സാർ സെറ്റാക്കി തരും വെച്ചു. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞുതരാം, ടൈം ടേബിൾ ഞാൻ സെറ്റാക്കി തരുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ബെറ്റർ നിങ്ങൾ തന്നെ നിങ്ങൾക്കായിട്ടുള്ളൊരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഏറ്റവും ബെറ്റർ എന്താണ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ടൈം സ്കെഡ്യൂളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റാക്കി തരണം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ സെറ്റാക്കി തന്ന ടൈം ടേബിൾ എന്താണ്, അത് എൻ്റെ പെർസ്പെക്റ്റീവും എൻ്റെ ടൈം സ്കെഡ്യൂളും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. നിങ്ങൾ തന്നെ സെറ്റാക്കുമ്പോൾ അതിന് ഒരുപാട് എന്തുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ടേബിളാണ് സെറ്റാക്കി തരുന്നത്. സോ ഞാനൊന്ന് സെറ്റാക്കി തരാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലുമൊക്കെ എഡിറ്റൊക്കെ വരുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ സെറ്റാക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ പഠിക്കണമെന്ന ആളുകളുണ്ടെങ്കിൽ, പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തെടുക്കുക. അവരിൽ തന്നെ പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ക്രിയേറ്റ് എ കലണ്ടർ അപ് ടു പബ്ലിക് എക്സാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, നിങ്ങളൊരു പഴയ കലണ്ടർ എടുക്കുക, ഒരു പുതിയൊരു കലണ്ടർ വാങ്ങുക. എന്നിട്ട് കലണ്ടർ വാങ്ങിയിട്ട് നിങ്ങൾക്കൊരു മാർച്ച് 17 മിക്കവാറും പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ്. ഒരു മാർച്ച് 17 വരെയുള്ള ഡേറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കലണ്ടറിൽ വെക്കുക. എന്നിട്ട് ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഡേറ്റുകൾ ഇങ്ങനെ വെട്ടി പോവാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത്രയും ദിവസങ്ങളുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരും. എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ, ഇന്ന് ഞാൻ ഹിസ്റ്ററി പഠിക്കും, നാളെ ഞാൻ ജോഗ്രഫി പഠിക്കും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ അക്കൗണ്ടൻസി പഠിക്കും, നാളെ ഞാൻ ബിസിനസ് പഠിക്കും, ഞായറാഴ്ച എനിക്ക് മാമൻ്റെ മോളുടെ കല്യാണത്തിന് പോകാനുണ്ട്, ശനിയാഴ്ച എൻ്റെ ഫ്രണ്ടിൻ്റെ എത്താത്തൻ്റെ കല്യാണമുണ്ട്, അല്ലെങ്കിൽ ഞായറാഴ്ച എൻ്റെ ചേച്ചിയുടെ ഒരു സുഹൃത്തിൻ്റെ കല്യാണമുണ്ട്. അങ്ങനെ അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഒരു 1 മന്തിലേക്ക്, മാർച്ചിലുള്ള ഒരു കാര്യങ്ങൾ ആ കലണ്ടറിൽ വേണം. ഓരോ 1 മന്തിലേക്കുള്ള ഒരു കലണ്ടർ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് അതിലിങ്ങനെ കറക്റ്റ് ഓരോ ദിവസം ഇന്ന സബ്ജക്റ്റ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റാക്കി വെക്കുക. രണ്ടാമത്തത്, സെറ്റ് വീക്കിലി റിമൈൻഡേഴ്സ്. നിങ്ങൾ ഓരോ വീക്കിലും റിമൈൻഡേഴ്സ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ മൺഡേ ടു സൺഡേ ഞാൻ എന്ത് ചെയ്യും, ഹിസ്റ്ററിയിലെ അല്ലെങ്കിൽ ബിസിനസ്സിലെ ഒരു 3 ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ജോഗ്രഫി അല്ലെങ്കിൽ അക്കൗണ്ടൻസിൽ 2 ചാപ്റ്റർ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സിൽ 2 ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീക്കിലി ആയിട്ടുള്ളൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യാം. അത് ഓരോ വീക്കിലേക്കും വേണ്ട കാര്യം ഏതൊക്കെ, ഈ 3, 2 എന്നുള്ള 1 ആയാലും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പകുതി ആയാലും ഒന്നും എന്തില്ല, പ്രശ്നമില്ല. നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വീക്കിലേക്കും സെറ്റ് ചെയ്യുക. ഓരോ വീക്കിൽ ഞാൻ ഓരോ വിഷയത്തിൻ്റെ ഇത്ര കാര്യങ്ങൾ തീർക്കുന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടൈം ടേബിൾ, അതായത് ഒരു സ്കെഡ്യൂൾ നിങ്ങൾ ഫോളോ ചെയ്യണം. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനുള്ള സമയവും അതേപോലെ ഉറങ്ങാനുള്ള സമയം. ചിലർ എന്ത് ചെയ്യും, നൈറ്റ് 7 to 10, രാത്രി 7 മുതൽ 10 വരെ പഠിക്കുന്നവരുണ്ട്. ചിലർ മോർണിംഗ് 5 to 7, രാവിലെ 5 മണിക്ക് എണീറ്റ് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സമയത്തും പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ രാത്രി മാത്രം പഠിക്കുക, അല്ലെങ്കിൽ പകൽ മാത്രം രാവിലെ എണീറ്റ് പഠിക്കുക. അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അതായത് പഠിക്കാൻ വേണ്ടി ചിലർ രാത്രി ആവാം, ചിലർ രാവിലെ ആവാം. അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കുക. എന്തായാലും നിങ്ങൾ 100% ഉറപ്പായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, 7 hours സ്ലീപ്പ്. മിനിമം ഒരു 7 മണിക്കൂർ, ചുരുങ്ങിയത് മക്കളെ ഒരു 7 മണിക്കൂർ എന്തായാലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. ഒരു 7 മണിക്കൂർ ഉറക്കം നിങ്ങൾക്ക് വളരെ വളരെ മസ്റ്റാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. പിന്നെ എന്താണ്, ഹോളിഡേയ്സ് ഉണ്ടോ, സാറ്റർഡേ സൺഡേസ്, അന്ന് മാമൻ്റെയോ ചേച്ചിയുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കല്യാണം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഹോളിഡേയ്സിൽ കുറച്ചധികം എന്ത് ചെയ്യുക, നിങ്ങൾ സമയം മാറ്റി വെക്കുക. ഹോളിഡേയ്സിൽ പഠിക്കാൻ വേണ്ടി കുറച്ചധികം സമയം, സാധാരണ നിങ്ങൾ 3 മണിക്കൂറൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ഹോളിഡേയ്സിൽ എന്ത് ചെയ്യുക, ഒരു 4 or 5 എന്ത് ചെയ്യുക, മണിക്കൂർ അധികമായിട്ട് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. അടുത്ത, യൂസ് ആൻ അജണ്ട ഫോർ ടാർഗറ്റഡ് എക്സാം. അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടാർഗറ്റ് എന്താണ്, +1 പബ്ലിക് എക്സാം ആണല്ലോ. +1 പബ്ലിക് എക്സാം നിങ്ങൾക്ക് എന്ത് വേണം, ഫുൾ മാർക്ക് വേണം. സോ ആ ഫുൾ മാർക്ക് വേണ്ടി കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഗോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അതായത് എന്ത് ചെയ്യണം, +1 ഞാൻ ഫുൾ മാർക്ക് നേടിയെടുക്കും, +1 കൊമേഴ്സ് ആണ് ഞാൻ, +1 ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ എന്തായാലും ഫുൾ മാർക്ക് നേടും, എന്നെക്കൊണ്ട് അതിന് പറ്റും. ആ ഒരു തോട്ട് ഉണ്ടാക്കിയിട്ട് ഈ കലണ്ടർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഗോള് സെറ്റ് ചെയ്യണം. അടുത്തെന്താ, സെറ്റ് ഗോൾ ഫോർ ഈച്ച് സ്റ്റഡി സെഷൻ. ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഒരു ദിവസം നിങ്ങൾ 3 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളൊരു 30 മിനിറ്റ് പഠിക്കുന്നു, 5 മിനിറ്റ് ബ്രേക്ക്.
30 മിനിറ്റ് പഠിക്കുന്നു 5 മിനിറ്റ് ബ്രേക്ക്, 30 മിനിറ്റ് പഠിക്കുന്നു 5 മിനിറ്റ് ബ്രേക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ 30 മിനിറ്റിൽ നിങ്ങളിപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്കാണ് പഠിക്കാമെന്ന് വിചാരിക്കുക. അടുത്ത 30 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അക്കൗണ്ടൻസി അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഒരു ടോപ്പിക്. അപ്പോൾ ഓരോ 30 മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്പെസിഫൈഡ് ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, ആ ടോപ്പിക്ക് എന്ത് ചെയ്യുക, പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു സ്റ്റിക്ക് പാഡ് എടുക്കണം, ഒരു നോട്ട് പാഡ് എടുത്തിട്ട് ഒരു സ്റ്റിക്ക് പാഡ് നിങ്ങൾ വാങ്ങുക. എന്നിട്ട് ഡേ 17-ാം തീയതിയാണെന്ന് വിചാരിക്കുക. ആ ഡേയിൽ ഫസ്റ്റത്തെ സെഷൻ അക്കൗണ്ടൻസി ആയിരുന്നു, സെക്കൻഡ് സെഷൻ ബിസിനസ് ആയിരുന്നു. അതിൽ ആ ടോപ്പിക്ക് ഞാൻ പഠിച്ചു, മറ്റേ ടോപ്പിക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ടിക്ക് എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ശരികൾ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. അപ്പോൾ ഓരോ സെഷനും പഠിക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ഓരോ ദിവസവും എന്ത് ചെയ്യും, ഒരു നോട്ട് പാഡ് വാങ്ങിയിട്ട് 15-ാം തീയതി ഞാൻ ആദ്യത്തെ അരമണിക്കൂർ ബിസിനസ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്നു, അടുത്ത അരമണിക്കൂർ ഞാൻ അക്കൗണ്ടൻസി പഠിക്കുന്നു, അല്ലെങ്കിൽ പൊളിറ്റിക്സ് പഠിക്കുന്നു. അങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങൾ ആ ടോപ്പിക്ക് നിങ്ങൾ ആ നോട്ട് പാഡിൽ എഴുതുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ടിക്കറ്റ് എന്ത് ചെയ്യുന്നു, സെറ്റാക്കി വെക്കുന്നു. അടുത്ത നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. അല്ലേ, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്ഷൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ആവാം, ചിലപ്പോൾ വാട്സപ്പ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം. നിങ്ങൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ എമർജൻസി അല്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്തേക്ക് ഇറങ്ങരുത്. നിങ്ങൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ എമർജൻസി ഉണ്ടാവും, അത് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. എമർജൻസി അല്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്തേക്ക് ഇറങ്ങരുത്. ഫുൾ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം പഠനത്തിൽ. നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. ഒരു കാരണവശാൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, സ്നാപ്ചാറ്റ്, ആനിമോ, മൂവീസോ എന്താണെങ്കിലും അതൊന്നും നിങ്ങളുടെ പഠനത്തെ ബാധിക്കരുത്. നിങ്ങളെ പഠനത്തെ ബാധിക്കുന്നത് ഒരു വ്യക്തിയാണെങ്കിലും ഒരു സാധനമാണെങ്കിലും എന്താണെങ്കിലും അതിനോട് എന്ത് ചെയ്യുക, കടക്ക് പുറത്ത് എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് പറയാം. നിങ്ങൾ ഫുൾ ടൈം കോൺസെൻട്രേഷൻ എങ്ങോട്ടേക്ക് ആക്കുക, സ്റ്റഡി ആക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മേക്ക് ടൈം ടു ഹാവ് ഫൺ ആൻഡ് യുവർ സെൽഫ്. നിങ്ങൾ ഫുൾ ടൈം പഠനമായിരുന്നു മക്കളെ, നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കണം. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, മൂവീസ് കാണണം, ഒക്കെ വേണം. പക്ഷേ അതിൻ്റെ കൂടെ എന്ത് വേണം, നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്, പഠനത്തിനാട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്, പഠനത്തിനാണ്. അതായത് നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് വേണം, സിനിമയ്ക്ക് പോയിക്കോളൂ, കല്യാണത്തിന് പോയിക്കോളൂ, ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്തോളൂ, ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്തോളൂ, പുറത്ത് ഫുഡ് കഴിക്കാൻ പോയിക്കോളൂ, ഒന്നും പ്രശ്നമില്ല. പക്ഷേ ദിവസം ഒരു 3 മണിക്കൂർ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് മാറ്റി കേട്ടോ. ഓക്കെ, ഫൈൻ സപ്പോർട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ ചില കാര്യങ്ങളുടെ ആൻസർ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പിക് പഠിക്കാൻ പോകണം, ആ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, സപ്പോർട്ട്. നിങ്ങൾ നമ്മളായാലും അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് അല്ല, അവരോട് എന്ത് ചെയ്യണം, സപ്പോർട്ട് തരണം. അടുത്ത് പ്രയോറിറ്റൈസ് ഇവൻറ്റ്സ്. അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ ഒരു കല്യാണം ഉണ്ട്, നിങ്ങൾ വളരെ വേണ്ടപ്പെട്ട ഒരു കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ അന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, പഠിക്കുന്നില്ല. നിങ്ങൾ എവിടെ പോകേണ്ടത്, കസിൻ്റെ കല്യാണത്തിനാണ് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് തീരെ അറിയാത്ത ഏതോ വിദൂരമായ സ്ഥലത്തുള്ള ആരോ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ പാരൻസ് പറയും, നീ വേണമെങ്കിൽ വന്നാൽ മതി, ഇന്ന് വേണമെങ്കിൽ ഇത് പഠിച്ചോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഇവൻറ്റ്സ് എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യാം. ഇന്ന് പഠിക്കണമെങ്കിൽ ഇന്ന് പഠിക്കണം, കല്യാണത്തിന് പോകണമെങ്കിൽ കല്യാണത്തിന് പോകണം, അവിടെ പോകണമെങ്കിൽ അവിടെ പോകണം. അപ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി വേണം. പക്ഷേ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കേണ്ടത്, പഠനത്തിനാട്ടോ. നിങ്ങളുടെ സ്റ്റഡി എന്നുള്ള പേർപ്പസിന് എന്ത് ചെയ്യുക, മെയിൻ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എപ്പം പഠിക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ ബ്രേക്സ് എടുക്കണം. ഞാൻ പറയും 30+5 എന്നുള്ളൊരു സ്കീം, അല്ലെങ്കിൽ 30+8 അങ്ങനെ ചൂസ് ചെയ്യട്ടോ. 30 മിനിറ്റ് പഠനം, 8 മിനിറ്റ് എന്ത് ബ്രേക്ക്. ആ ഒരു സ്കെഡ്യൂൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറേയൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആദ്യം പറഞ്ഞുതരാം, ഈ ടൈം ടേബിൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിലേക്ക് ഇതിൽ ചേഞ്ചസ് ഒക്കെ വരുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ പെർസ്പെക്റ്റീവും ഞാൻ പണ്ട് പഠിച്ചിരുന്ന കാര്യങ്ങളും എല്ലാം കൂടി കൂടിച്ചേർത്തുണ്ടാക്കിയ ഒരു ടൈം ടേബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, ഈ ടൈം ടേബിൾ എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുന്നത്. അപ്പോൾ മക്കളെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ടൈം ടേബിൾ ഒന്ന് ഫോളോ ചെയ്തിട്ട് പഠിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ സെറ്റായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂപോർട്ടിനോട് പറയാനുള്ള കാര്യങ്ങൾ, എഡ്യൂപോർട്ടിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങൾ, അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. കാരണം കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, ഓരോ പുതിയ വീഡിയോസിൻ്റെ ത്രെഡാണ്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ത്രെഡ് കിട്ടിയതിന് എവിടുന്നാണ്, കമൻസ് എന്നാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എഡ്യൂപോർട്ടിൽ നിന്ന് പുതുതായിട്ട് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ, എഡ്യൂപോർട്ടിൽ നിന്ന് എന്തെങ്കിലും അറിയാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. സെറ്റല്ലേ, റെഡി അല്ലേ, ഓക്കെ അല്ലേ? യെസ് മക്കളെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മക്കളെ, മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഫ്രണ്ട്സിന് ലിങ്ക് ഷെയർ ചെയ്യാൻ മറന്നു വരുത്. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞാൻ പറഞ്ഞ കമൻസ് ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്യുക. സോ വീണ്ടും കാണാതിരിക്കും. ബൈ ബൈ.